So in the last videos, we started discussions on the problems of limit of functions. So now we are solving the problem of limit of function based on certain formulas. So first of all, I have a formula on the board like limit x tends to a, x raised to n minus a raised to n by x minus a can be solved or can be rewrite like n into a to the power n minus 1. അതായത് ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ഫോമുല എന്ന് വിചാരിക്കുക. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് ടു ദ പവർ എൻ മൈനസ് എ ടു ദ പവർ എൻ ബൈ എക്സ് മൈനസ് എ. ഈ ഒരു ഫോമാറ്റിലാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം എങ്കിൽ വി ക്യാൻ റിറൈറ്റ് ഇറ്റ് വിത്ത് എൻ ഇൻറ്റു എ ടു ദ പവർ എൻ മൈനസ് 1 ഫോർ ഓൾ എൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമുല വെച്ചിട്ട് എങ്ങനെയാണ് ലിമിറ്റ് ഓഫ് ഫങ്ഷൻസിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് മൂവ് ഓൺ ടു എ ക്വസ്റ്റ്യൻ ലൈക്ക് if we have a question like limit x tends to 2 x square minus 4 divided by x minus 2. സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഫോർമാറ്റ് നമുക്ക് തന്നിരിക്കുന്ന ഇതേ ലിമിറ്റ് ഫോർമാറ്റ് പോലെ തന്നെയാണ്. ഇവിടെ ഇൻ ദ പ്ലേസ് ഓഫ് എ ദേ ആർ ഗിവൺ ആസ് 2. സോ എന്റെ പ്ലേസിലുള്ളത് 2 എന്നുള്ള ഒരു വാല്യൂ ആണ്. ദെൻ എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 2. സോ ഇവിടെ എന്നിന്റെ പ്ലേസിൽ ഇവർ തന്നിരിക്കുന്നത് എന്താ, എക്സിന്റെ പവർ നോക്കൂ 2 ആണ് തന്നിരിക്കുന്നത്. സോ ട്രൈ ടു റൈറ്റ് 4 ആസ് ദ പവർ ഓഫ് 2. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 4നെ 2വിന്റെ പവർ ആക്കി എഴുതാൻ പറ്റുമോ നോക്കുക. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് 2 square 4. In the place of 4 we are making the power of that digit as 2. So it's like 2 square, that is 4 divided by x minus 2. അപ്പോൾ നമുക്ക് ഈ ഫോർമുലയുടെ എക്സാക്ട് രൂപത്തിൽ കിട്ടി. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, അതായത് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് എ റേസ് ടു എന്നിന് പകരം എന്താണ് 2 to the power 2. സോ ഈ എക്സിന്റെ പവറും ഇവിടെ എടുത്തിരിക്കുന്ന എ ദാറ്റ് ഈസ് 2 അതിന്റെ പവറും 2 തന്നെയാണ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും, എന്താണ് അതിന്റെ ഫോർമാറ്റ്, എൻ ഇൻറ്റു എ ടു ദ പവർ എൻ മൈനസ് 1. അതായത് എവിടെ എന്താണ് എൻ, ദാറ്റ് ഈസ് ദ പവർ ഓഫ് എക്സ് ആൻഡ് ദിസ് ഡിജിറ്റ് 2, ദാറ്റ് ഈസ് 2 ഇൻറ്റു വാട്ട് ഈസ് എ, ഇറ്റ്സ് ഗിവൺ ആസ് എക്സ് ടെൻസ് ടു എ, എയുടെ പ്ലേസിലുള്ളത് 2 ആണ്, ഇൻറ്റു 2 ടു ദ പവർ എൻ മൈനസ് 1. എന്ന് പറഞ്ഞ 2 ആണ്, 2 മൈനസ് 1 1. സോ ദ റിസൾട്ട് ഈസ് 4. സോ ഈ തരത്തിലുള്ള ഫോർമുലാസ് ഫോം വരുമ്പോൾ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്ത് അതിനെ ഈസിലി സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ മൂവ് ഓൺ ടു അനദർ പ്രോബ്ലം ബേസ്ഡ് ഓൺ ദിസ് ഫോർമുല. ഇതിപ്പോൾ ഒരു ഈസി പ്രോബ്ലം ആയിരുന്നു. ഇനി അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് തരാം. ഇത് വെച്ച് ഈ ഫോർമുല വെച്ചിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇഫ് അവർ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എക്സ് ടെൻസ് ടു 4 എക്സ് ക്യൂബ് മൈനസ് 64 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 60. സോ ഇതാണ് ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കൂ, ഇവിടെ എന്താ ഉള്ളത്, ന്യൂമറേറ്ററിൽ എക്സ് ക്യൂബ് മൈനസ് 64 എന്നാണ് ഉള്ളത്. ആൻഡ് ഇൻ ദ ഡിനോമിനേറ്റർ വി ഹാവ് ലിമിറ്റ് എക്സ് സ്ക്വയർ മൈനസ് 60. ഇങ്ങനെ രണ്ട് രീതിയിലാണ് തന്നിരിക്കുന്നത്. സോ വാട്ട് വി നീഡ് ഇസ്, വി നോ ദാറ്റ് ദ ഫോർമുല ഈസ് ലൈക്ക് ഇഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ in the numerator, if it is like x raised to n minus a raised to n divided by x minus a. So what we need in the denominator is x minus a ആണ്. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലിമിറ്റ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആദ്യം തന്നെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ എക്സാക്ട് ഫോർമാറ്റ് മനസ്സിലാകും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എക്സ് ക്യൂബ് minus 64 the whole divided by limit x tends to 4 x cube minus 60. നമ്മൾ ഈ രീതിയിൽ ഈ ഇക്വേഷനെ റീറൈറ്റ് ചെയ്തു. ഇനി നോക്കൂ,
ന്യൂമറേറ്റർ ലിമിറ്റ് എക്സ് ക്യൂബ് മൈനസ് 64 നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യമാണ് ചെയ്യേണ്ടത്. ദ ഫസ്റ്റ് തിങ് ഈസ് വി നീഡ് ടു മേക്ക് 64 ആസ് ദ പവർ ഓഫ് 3. അതായത് ഈ 4 ക്യൂബ് എന്ന് എഴുതിയാൽ വി ക്യാൻ മേക്ക് ഇറ്റ് ലൈക്ക് എക്സ് ക്യൂബ് മൈനസ് 4 ക്യൂബ്. അപ്പൊ നമുക്ക് ഈ 64നെ 4 ക്യൂബ് എന്ന് വെച്ചിട്ട് എഴുതാം. അതുപോലെ തന്നെ വി നീഡ് ടു ഡിവൈഡ് ദാറ്റ് ന്യൂമറേറ്റർ വിത്ത് എക്സ് മൈനസ് 4. അങ്ങനെയല്ലേ? അതായത് എക്സ് ക്യൂബ് അല്ല എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്നും കൂടി വന്നാൽ മാത്രമേ വി ക്യാൻ മേക്ക് ഇറ്റ് ലൈക്ക് വാട്ട് എൻ ഇൻറ്റു എ ടു ദ പവർ എൻ മൈനസ് 1. സോ ഫോർ ടൈം ബീയിങ് വി ആർ മേക്കിംഗ് അവർ ന്യൂമറേറ്റർ ലൈക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എക്സ് ക്യൂബ് മൈനസ് 64നെ എന്താക്കി 4ന്റെ ക്യൂബ് ആക്കി എഴുതി ഡിവൈഡഡ് ബൈ what we need in the denominator for this term to make it like n into a to the power n minus 1. അതിനൊരു x മൈനസ് 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന് ഏത് ഫോർമാറ്റിലോട്ട് എഴുതാൻ പറ്റുള്ളൂ, n into a to the power n minus 1 എന്നുള്ള രീതിയിലേക്ക് അതിനെ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ ദ ടൈം ബീങ് നമ്മൾ എക്സ് മൈനസ് 4 കൊണ്ട് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. എന്തുകൊണ്ടാ? നമുക്ക് എന്നാൽ മാത്രമേ അതിനെ 4 ഇൻറ്റു 4 ടു ദ പവർ 4 മൈനസ് 1 എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ചുമ്മാ ഒരു എക്സ് മൈനസ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി വി നീഡ് ടു മൾട്ടിപ്ലൈ ദ സെയിം ടേം വിത്ത് ദ ന്യൂമറേറ്റർ. നമ്മൾ ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് 4 എടുത്ത കാരണം അതേ ടേം വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിനെയും കൂടി ആ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇപ്പൊ നമ്മൾ ഒരു എക്സ് മൈനസ് 4 എന്നുള്ള ഒരു പുതിയ ടേം അതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ സെയിം ടേം വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ആ സെയിം ടേം വെച്ചിട്ട് തന്നെ നമ്മൾ ആ മൊത്തം ഫോർമുലാനെ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യും കൂടി ചെയ്യണം. പക്ഷെ ഇവിടെ അത് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു ഗുണമുണ്ട്. അതെന്താണ്? In the question, in the denominator we have limit x tends to 4 x cube minus 16. അപ്പൊ ഈ എക്സ് ക്യൂബ് മൈനസ് 16 നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യണം? ശരിക്ക് നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 4 ക്യൂബ് അത് മാത്രം മതിയോ? പോരാ. ഡിവൈഡഡ് ബൈ എന്തും കൂടിയും വേണം, എക്സ് മൈനസ് 4 എന്നുള്ള ടേം കൂടിയും അടിയിൽ വന്നാൽ നമുക്ക് എൻ ഇൻറ്റു എ ടു ദ പവർ എൻ മൈനസ് 1 എന്നുള്ള ആ ഫോർമുല അതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ന്യൂമറേറ്റർ ടേമിനെ ഈസിലി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് മൈനസ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെച്ച കാരണം അതേ ടേം കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തും വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്താ ചെയ്യേണ്ടോ, ഇനി ഇവിടെ ഈ ഡിനോമിനേറ്ററിനെ ഇവിടെ എ ടു ദ പവർ എൻ ഉള്ള ഫോർമാറ്റിലോട്ട് മാറ്റുകയേ വേണ്ടൂ. ദാറ്റ് ഈസ് ലൈക്ക് എക്സ് ക്യൂബ് മൈനസ് 4 സോറി ദിസ് ഇസ് എക്സ് സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്തായി? ഇനി മൊത്തം ഇക്വേഷനെ നിങ്ങൾ നോക്കൂ, ഏത് രീതിയിലേക്ക് എഴുതാൻ പറ്റും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. ഓക്കെ, വി ഹാവ് എക്സ് ക്യൂബ് മൈനസ് 4 ക്യൂബ് ബൈ എക്സ് മൈനസ് 4 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എക്സ് മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ബൈ മൈനസ് 4 സ്ക്വയർ. ഓക്കെ, അപ്പൊ ആ രീതിയിലായി. അപ്പൊ ഈ ഫസ്റ്റ് ടേമിന് നമുക്ക് എന്താക്കാം? അതായത് ഫസ്റ്റ് നിങ്ങൾ ഈ ടേം എടുക്കൂ, അതിന് നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? എൻ ഇൻറ്റു വാട്ട് ഈസ് എൻ ഹിയർ 3, എൻ ഇൻറ്റു വാട്ട് ഈസ് എ ഹിയർ 4, എൻ മൈനസ് 1 ദാറ്റ് ഈസ് 2. അപ്പൊ ഫസ്റ്റ് ടേമിനെ നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്ത് ഷോർട്ടൻ ചെയ്തു. ഇനി ഇൻറ്റു വി ഹാവ് വാട്ട് എക്സ് മൈനസ് 4 ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. സോ ഡിസ്ട്രിബ്യൂട്ട് ലിമിറ്റ് ഹിയർ. Limit x tends to 4, we can make it like 1 by, okay, x square minus 4 square divided by x minus 4. Okay, അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 into 4 square into ലിമിറ്റ് എക്സ്, ഇതിന് ഡിനോമിനേറ്റർ നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എക്സ് സ്ക്വയർ മൈനസ് 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 4. അതെന്താണ്? അത് ഏത് ഫോർമാറ്റിലാണ്? വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് 1 ബൈ ഇനി എൻ, വാട്ട് ഈസ് എൻ ഹിയർ 2 ഇൻറ്റു എ ദാറ്റ് ഈസ് 4, 2 minus 1 that is 1. So we have
3 into 4 square divided by 2 into 4. So we have 12 by 2 and our result is 6. Okay. അപ്പം നമ്മൾ ഇവിടെ ചെയ്തത് എന്താണ്? നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വി ഹാവ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എക്സ് ക്യൂബ് മൈനസ് 64 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 16. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ആദ്യം ന്യൂമറേറ്റർ കൺസിഡർ ചെയ്തു എക്സ് ക്യൂബ് മൈനസ് 64. അതിനെ നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന ഫോർമുലയുടെ രൂപത്തിലാക്കണമെങ്കിൽ വി നീഡ് ടു മേക്ക് 64 ആസ് ദ പവർ ഓഫ് 3. ദാറ്റ് ഈസ് എ ക്യൂബ്. അതായത് എ എന്ന് പറഞ്ഞ 4 ആണ്, 4 ക്യൂബ്. അപ്പോൾ 64ന്റെ പ്രശ്നം സോൾവ് ആയി. ഡിവൈഡഡ് ബൈ വി ഓൾസോ നീഡ് എക്സ് മൈനസ് എ ഇൻ ദ denominator. So for that purpose we took x minus 4 in the denominator. So x cube minus 64 divided by x minus 4. അപ്പോൾ x minus 4 എന്നുള്ള ഒരു ടേം നമ്മൾ പുതുതായിട്ട് നമ്മുടെ പ്രോബ്ലത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ അതേ ടേം കൊണ്ട് തന്നെ അതിനെ മൾട്ടിപ്ലൈ ചെയ്യും വേണം. വെറുതെ അങ്ങനെ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ഡിവൈഡ് ആൻഡ് മൾട്ടിപ്ലൈ വിത്ത് സെയിം ടേം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? എക്സ് മൈനസ് 4 കൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തത് കൊണ്ട് വി നീഡ് ടു മൾട്ടിപ്ലൈ ദ ടേം വിത്ത് എക്സ് മൈനസ് 4. അങ്ങനെ നമ്മൾ അത് ചെയ്തു. അപ്പോൾ ആ എക്സ് മൈനസ് 4 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടി. ബിക്കോസ് ഇൻ ദ ഡിനോമിനേറ്റർ ഇൻ ദ ക്വസ്റ്റ്യൻ ദ ഡിനോമിനേറ്റർ വി ഹാവ് എക്സ് സ്ക്വയർ മൈനസ് 16. അപ്പോൾ ആ 60 അതിനെ നമുക്ക് നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുന്ന ഫോം ആക്കണമെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 4 സ്ക്വയർ നീഡ് ടു ഡിവൈഡ് വിത്ത് എക്സ് മൈനസ് 4. അത് ഓൾറെഡി നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലോട്ട് എക്സ് സ്ക്വയർ മൈനസ് 4 എന്നുള്ള ടേം ഇട്ടു ആൻഡ് വി ജസ്റ്റ് സോൾവ് ആൻഡ് വി ഗോട്ട് ദ ആൻസർ ആസ് 6. Moving on to next type of problem solving using another type of formula in the case of limit of functions. If we are given the question in the format of limit x tends to 0 log 1 plus x by x. അതായത് ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് ഈ ഫോമിലോട്ട് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് ദ റിസൾട്ട് ആസ് 1. ദാറ്റ് ഈസ് വൺസ് അഗെയിൻ ലിമിറ്റ് x tends to 0 log 1 plus x by x is equal to 1. Okay. So let's move on to the discussion of problems based on this formula. So our question is like limit x tends to 0 log x plus 1 the whole divided by 2x. ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ just look on to the question. So we know that we have limit x tends to 0. That is the first condition. Then log, okay, x plus 1 or 1 plus x, both are same. So log x plus 1 divided by x, that is also here. So the only term മാറി നിൽക്കുന്ന ഏതാ? 1/2 എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ടേം മാത്രമാണ് ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുള്ളൂ. സോ ടേക്ക് ദാറ്റ് കോൺസ്റ്റന്റ് ടേം outside and rewrite the question like limit x tends to 0 log 1 plus x the whole divided by x. So what we get the result as 1/2 into what is we can replace this with 1. So our result is 1/2. Okay. Then another question, a little bit complicated but not that much difficult. So if we are given a question like limit x tends to 0 log 1 plus 2x the whole divided by x. ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ഈ ഫോർമുല വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇൻ ദ പ്ലേസ് ഓഫ് എക്സ് ദേ ഹാവ് 2x. അപ്പൊ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇതിന് ഔട്ട്സൈഡ് എടുക്കുക, അങ്ങനെയൊന്നും പറ്റില്ല. ബിക്കോസ് ദാറ്റ് കോൺസ്റ്റന്റ് ടേം ഈസ് വിത്ത് അവർ എക്സ് ടേം. സോ ദാറ്റ് ഇസ് 2x. ഇൻ ദ പ്ലേസ് ഓഫ് എക്സ്, ഇഫ് ഇറ്റ് ഈസ് എക്സ് വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് 1. വി ക്യാൻ ടേക്ക് ദ വോൾ ക്വസ്റ്റ്യൻ ആൻഡ് റീപ്ലേസ് ദാറ്റ് വിത്ത് 1. പക്ഷെ ഇവിടെ എന്താ, എക്സിന്റെ കൂടെ ഒരു 2ഉം കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ x tends to 0 എന്ന് പറഞ്ഞാലും that is equal to 2x tends to 0 എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് ആണ്. അതായത് x tends to 0, ഓൾറെഡി x 0ലേക്ക് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ടേം കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താലും ദാറ്റ് വിൽ സിംപ്ലി ടെൻസ് ടു 0. അപ്പൊ അതൊരു മാറ്റർ അല്ല.
So what we do is making limit in the place of x tends to 0 നമ്മൾ എങ്ങനെ എഴുതുകയാണ് 2x tends to 0 എന്ന് എഴുതുകയാണ്. കാരണം x tends to 0 എന്ന് എഴുതുന്നതും 2x tends to 0 എന്ന് എഴുതുന്നതും ഒരേ രീതിയിൽ ഒരേ മീനിങ് തന്നെയാണ്. നമ്മൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമുക്ക് ഈ ഫോർമാറ്റിലോട്ട് അതിനെത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ലോഗ് 1 പ്ലസ് 2x. അപ്പോൾ മുകളിലത്തെ ന്യൂമറേറ്ററിന്റെ ഇഷ്യൂ സോൾവ് ആയി. എന്താണ്? x tends to 0 1 പ്ലസ് എക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? 2x tends to 0, അതായത് എക്സിന്റെ സ്ഥാനത്ത് 2x. അപ്പോൾ ഇവിടെ ഈ എക്സിന്റെ സ്ഥാനത്ത് 2x. അപ്പോൾ ദാറ്റ് ഇഷ്യൂ ഇസ് സോൾവ്ഡ്. ഇനി ഹോൾ ഡിവൈഡഡ് ബൈ, നമ്മുടെ ഡിനോമിനേറ്റർ നോക്കുക, അവിടെ ഒരു എക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് 2x എടുത്തത്. ഇവിടെ എക്സിന്റെ സ്ഥാനം എക്സ് ആയതുകൊണ്ട് ഇവരെന്താ, ഇവിടെ ഡിനോമിനേറ്ററിലും എക്സ്. അപ്പോഴാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 2x ആണ്. സോ ഈ പ്ലേസിലും 2x, ഇവിടെയും 2x വേണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരു 2 കൊണ്ട് അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു ഡിനോമിനേറ്ററിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു പുതിയ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ടേം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ടേം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതേ ടേം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മളൊരു പുതിയ ടേമിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എക്സിനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ വി ഹാവ് ടു ഡിവൈഡ് 2 വിത്ത് എക്സ്. ഓക്കെ, അപ്പൊ പ്രോബ്ലം സോൾവ് ആയി. ഇനി ഈ 2വിനെ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ദ ക്വസ്റ്റ്യൻ വിൽ ബി ലൈക്ക്, ചെക്ക് ഇറ്റ്, ലിമിറ്റ് എക്സ് 2x tends to 0. Okay, log 1 plus 2x, okay, divided by 2x. അപ്പോൾ നമ്മുടെ മെയിൻ പ്രോബ്ലം കഴിഞ്ഞു. വി ക്യാൻ മേക്ക് ദിസ് ആസ് 1 ഇൻറ്റു, ഈ എക്സിനെ നമ്മളൊരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് വേണമെങ്കിൽ ന്യൂമറേറ്ററിലോട്ട് ഇടാം. സോ ദിസ് വിൽ ബി ലൈക്ക് 2 ഇൻറ്റു 1. ഇതിനെ നമുക്ക് 1 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കാരണം ഒരു 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 2 ആണ് നമ്മുടെ ന്യൂമറേറ്ററിലുള്ളത്. സോ ദാറ്റ് 2 ഈസ് ഹിയർ. സോ അവർ റിസൾട്ട് ഈസ് 2.